कलंदर दमादम मस्त कलंदर अली दा पहला नंबर दमे दम दम दे अंदर हो लाल मेरी हो लाल मेरी. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്നറിയോ, ഫുഡ് ഐറ്റമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസി അല്ല കേട്ടോ. ഈസി ചിക്കൻ ബിരിയാണി, നമ്മൾ കുക്കർ ബിരിയാണി ഒക്കെ പറഞ്ഞ പോലത്തെ അത്ര ഈസി പരിപാടിയൊന്നുമല്ല. ഇന്ന് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ചെയ്യും. ആ ടൈം എടുക്കുന്നതിന് കഷ്ടപ്പെടുന്നതിന് കുറച്ചൊരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപാട് സംശയങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ള സംശയങ്ങളൊന്നും വരാതിരിക്കാൻ വളരെ വൃത്തിക്ക് ഞാൻ അങ്ങനെ ഒരുപാട് ലാഗ് ചെയ്യിക്കാതെ എന്നാലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. പലരും ബിരിയാണി ഉണ്ടാക്കുമ്പം അരി ഒട്ടിപ്പോയി, നന്നായിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് കണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുക്കർ ബിരിയാണി പറഞ്ഞ പോലെ അതേ പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞാൽ ഉള്ളി വഴറ്റുന്നതാണ്. അപ്പോൾ കുറച്ചൊരു 1-1.5 മിനിറ്റ് ഞാൻ ഉള്ളി വഴറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് അതുപോലെ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ അത് ക്രിസ്പിനെസ്സും, പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഉള്ളിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എൻ്റെ ചാനൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ 4 വലിയുള്ളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് ഉള്ളി റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നേർമേൽ അരിയുക, നല്ല നൈസായിട്ട് തന്നെ അരിയുക. ഒരേ വിധത്തിൽ ഒരേ സൈഡിലേക്ക് തന്നെ അരിയണം. ഇങ്ങനെ അരിഞ്ഞ് വേറെ സൈഡിലേക്ക് അങ്ങനെ അരിയരുത്, ഒരേപോലെ തന്നെ അതിനെ കിട്ടണം. അതിനെ ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ അരിഞ്ഞത് കുറച്ചൊന്ന് തടി കൂടി, നിങ്ങൾ നല്ല നൈസായിട്ട് അരിയാൻ നോക്കുക. അപ്പോൾ നൈസായിട്ട് തന്നെ അരിഞ്ഞ ഉള്ളി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിതറി കൊടുക്കണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 എണ്ണം അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഒരു പാൻ ചൂടാക്കി വെക്കുക. പാൻ ചൂടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണേൽ ഓയിൽ ചേർക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് മാത്രം മതി. നമുക്ക് 4 വലിയ ഉള്ളിയല്ലേ, അപ്പോൾ അതിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് വിതറി വെച്ച് അങ്ങനെ കൈനെ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആ ഒരു ഉള്ളി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് പുരട്ടിയെടുക്കുക. അതായത് ആ നെയ്യും ഡാൽഡയും കൂടിയും അതിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിൽ, നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ തന്നെ കണ്ടോ, അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് മൂടി വെക്കുക. മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ തീ തന്നെ കേട്ടോ, സിമ്മിലൊന്നും ആക്കണ്ട, ഫുൾ തീ തന്നെ അത് മൂടി വെക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതായത് 2 മിനിറ്റ് കൂടുമ്പം ഇളക്കി കൊടുക്കണം. അതാണ് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് തോന്നുന്നു എനിക്ക്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ എന്തിനാണ് അത് ചെയ്യുന്നത് വെച്ചാൽ അടിയൊന്ന് പിടിച്ച് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ചെയ്യുന്നത്, ഫുൾ തീ തന്നെ. പിന്നെ നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ ഇനി പൂട്ടി വെക്കൊന്നും വേണ്ട, ഇതിങ്ങനെ ഒരു 5 മിനിറ്റും കൂടി സിമ്മിലാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ അങ്ങനെ സിമ്മിലാക്കുന്നത് എന്താ വെച്ചാൽ ഇനി ചെയ്യുന്നത്, ഇനി കൂടുതൽ ബ്രൗൺ ആയി പോയാൽ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് തന്നെ പിന്നെ ഒരു 5 മിനിറ്റ് തുറന്ന് കഴിഞ്ഞാൽ സിമ്മിലാക്കി ഇതാക്കണം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്യുക. പിന്നെ കൂടുതൽ നമ്മൾ തീ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണയിൽ അത് വീണ്ടും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ജസ്റ്റ് ഈ എണ്ണയൊക്കെ ഒന്ന് നന്നായി വാർത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇടുക. എല്ലാം അങ്ങനെ ചെയ്യുക കേട്ടോ. ടിഷ്യൂ പേപ്പറിലേക്ക്, അതായത് അതിൻ്റെ അകത്തുള്ള എണ്ണ കൂടിയും പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി 2 ഫോക്ക് എടുത്തിട്ട് നന്നായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ അത് കട്ട കുത്തിപ്പോവും. പിന്നെ നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളി ക്രിസ്പി ഓണിയൻ അല്ലെങ്കിൽ ഉള്ളി കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളെ മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ ഇതാദ്യം നിങ്ങൾ ചെയ്ത് വെച്ചോളൂ. അപ്പം നമ്മൾ അരിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, കുമിച്ചെടുക്കണം. നമ്മൾ ദം ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. അപ്പം നമ്മളിത് കുമിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ തുളുമ്പൻ എടുക്കണം. എന്താണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുക്കർ ബിരിയാണിയിൽ പറഞ്ഞ പോലെ വടിച്ചെടുക്കല്ല, ലെവൽ ചെയ്യല്ല, കുമിച്ചെടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറൊരു പാത്രം വെക്കുക. ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മളെ കഴുകി വാർത്ത് വെച്ച അരി
റോസ്റ്റ് ചെയ്യാണ്. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് ആയത്. ഇതിൽ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതാണ് അത് കാണിച്ചെന്നെ തരാൻ വിചാരിച്ചത്. നന്നായിട്ട് അരി നല്ല പൊട്ടണ പരുവാവണ വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ അതൊന്ന് വിട്ടുപോയി അത് കാണിക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് അരിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് പൊട്ടണ പരുവായി കഴിഞ്ഞാൽ വെട്ടിത്തിളച്ച വെള്ളം, അതായത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് പാത്രമാണോ നിങ്ങൾ എടുക്കുന്നത് ആ പാത്രത്തിന് 2 പാത്രം ലെവൽ ചെയ്ത വെള്ളം. ആ വെള്ളത്തിന് അങ്ങനെ ലെവലിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പും പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഒഴിക്കുന്നത്. എന്തിനാണെന്നറിയോ? അരിയൊന്നും ഒട്ടിപ്പോയി ഇങ്ങനെ ഇതാകാതെ നിൽക്കാനാണ് ചെറുനാരങ്ങ ചേർക്കുന്നത്. ഇനി ജസ്റ്റ് മൂടി വെച്ചിട്ട് ഫുള്ള് തീയിൽ വേണം ഈ ഒരു സംഭവം വേവിക്കാൻ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ 3 മുതൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് തുറന്ന് നോക്കിയാൽ നമ്മൾ അരി നന്നായിട്ട് ഒന്ന് ഇതായിട്ട് താഴ്ന്ന് വന്നിട്ടുണ്ട്, അതായത് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ മൂടി വെച്ച് സിമ്മിലാക്കിയിട്ട് വേണം വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി ഇതിനെ വേവിക്കാൻ. ഇനി തുറന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കറക്റ്റ് വേവാണ്, ദമ്മിന് പറ്റിയ വേവാണ്. ഇതാണ് നമ്മളെ സംഭവം. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ മെയിൻ സംഭവം നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റില്ലേ, ആ വഴറ്റിയ അതേ ഓയിൽ മിക്സ്ചറാണ്. അത് നെയ്യും ഡാൽഡയും കൂടിയും ചെയ്തിട്ടുള്ള മിക്സ്ചറാണ്. അതിങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെ കട്ടയാവും കേട്ടോ, അങ്ങനെ ഒരു കളർ വരും. അപ്പോൾ അത് കുഴപ്പമില്ല, അതാണ് നിങ്ങൾ ചേർക്കേണ്ടത്. അത് നിങ്ങൾ മാറ്റി വെക്കരുത്. അതാണ് നമ്മളെ ബിരിയാണീൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇനി ഉള്ളി 4 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 ഉണ്ട വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് കേട്ടോ. കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളകും, ഒരു 3 തക്കാളി അരിഞ്ഞതും, പിന്നെ നമ്മളെ മെയിൻ സംഭവം ഉള്ളി റോസ്റ്റ് ചെയ്തത്. അപ്പം അതും അതിൻ്റെ സൈഡിൽ വെക്കുക. ഇനി എന്താ ചെയ്യുന്നത്? നമ്മളൊരു വലിയ ചെമ്പെടുത്ത് കഴിഞ്ഞിട്ട് ഇതിപ്പം ചിക്കൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1 കിലോ ചിക്കൻ്റെ കണക്കാട്ടോ ഞാൻ പറയുന്നത്. 1 കിലോ ചിക്കനിലേക്ക് 1 കിലോ അരി, അതാണ് എൻ്റെ കണക്ക് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇട്ടത് എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഉള്ളി റോസ്റ്റ് ചെയ്ത ആ ഒരു ഓയിലാണ് കേട്ടോ ഇട്ടത്. അതിലേക്ക് നമ്മൾ 4 വലിയ ഉള്ളി നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ഓരോരോ സ്റ്റേജസ് പറയണത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് 1 കിലോ ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇടുക, കഴുകി വൃത്തിയാക്കി വെച്ച്. എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. ഇനി ഈ ഒരു ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസ് അതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മളെ ഉള്ളി റോസ്റ്റ് ചെയ്തതിലേക്ക് അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് കൈനെ കൊണ്ടൊന്ന് ഞെമിണ്ടി വെക്കുക. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് നിങ്ങളൊന്ന് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഞാൻ മറന്നുപോയി നേരത്തെ പറയാനേ. അതൊന്ന് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് ഏകദേശം കുറച്ചൊന്ന് അതിലേക്ക് നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ കല്ലുപ്പിടുന്നത്. ഈ ഒരു സ്റ്റേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളെ ബിരിയാണിക്ക് വേറെ തന്നെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. കല്ലുപ്പ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ പച്ചമുളക്, ഒരു 10 പച്ചമുളക് ചതച്ചതാണ്, കല്ലിൽ ചതച്ചതാണ്. ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി ചതച്ചത്. പിന്നെ ഒരു വലിയ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതായത് 3 വെളുത്തുള്ളി ഉണ്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കല്ലിൽ ചതച്ചതും കൂടി എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ചിക്കൻ അതിനെക്കൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. മട്ടനൊക്കെ ആണെങ്കിലാണ് ഒരുപാട് ടൈം എടുക്കുക. പിന്നെ 3 തക്കാളി നന്നായിട്ട് അരിഞ്ഞതും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ, നല്ല ഉഷാറാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കുക. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉള്ളി, നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളി ഇടുക. ഫുൾ ഇടുന്നില്ല, ഒരു പിടി അവിടെ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഡെക്കറേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ട് 4 ഉള്ളിയും നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ആ ഉള്ളിയാണ് അതിൻ്റെ മെയിൻ സംഭവം. ആ ഉള്ളിയിൽ ആ കിസ്മിസും കൂടി ഉണ്ട്, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കിസ്മിസും കൂടി ഉണ്ട്. അത് നിങ്ങൾ റോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതും കൂടി ചെയ്തിട്ട് നമ്മൾ മല്ലിയില നല്ലോണം ഒരു പിടി തന്നെ നിങ്ങൾ ഇട്ടോളൂ. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ. നമ്മൾ ഓരോരോ സാധനം ചെയ്യുമ്പോഴും കൂട്ടുന്നതും കുറയ്ക്കുന്നതിനൊക്കെ നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച്
ഞാനിതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ, ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ നിങ്ങൾ ഇട്ടോളൂ, ഞാനൊരു ടേബിൾ സ്പൂണാണ് ഇട്ടത്. അപ്പം 1 ടേബിൾ സ്പൂൺ ഇടുക. അപ്പോൾ കൂടുതൽ മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മളെ ഉള്ളീൻ്റെ ആ ഫ്ലേവർ ഒന്നും കിട്ടൂല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ സംഭവം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് ചിക്കൻ. ദാറ്റ് ഈസ് ഒരു 15 മിനിറ്റ്സ് to 20 മിനിറ്റ്സ് നമ്മൾ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഒന്ന് ചെക്ക് ചെയ്യണം, അടി പിടിക്കരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും അടുത്ത് തന്നെ വേണം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഒരു 10, 15, 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ, 15 മിനിറ്റ് മതി. നമ്മൾ കുക്കറിലല്ലല്ലോ, അപ്പോൾ നമ്മളൊന്ന് വേവണമല്ലോ അത്. അപ്പോൾ നന്നായി ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മും കൂടി ചെയ്യുമ്പോൾ അത് റെഡി ആയിക്കോളും. ഓക്കെ, ഫിനിഷ്ഡ്. നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റും. ഇനി നമ്മൾ ദമ്മ് ചെയ്യാൻ പോവുക. ദമ്മ് ചെയ്യുമ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നെയ്ച്ചോറ് നേരത്തെ ഒന്ന് മാറ്റി വെച്ചല്ലോ, ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും അങ്ങനെ വെക്കരുത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട ചിലർക്ക് കുത്തിപ്പോകും. അപ്പം അതൊന്ന് ഇളക്കി ഒന്ന് ലെവലാക്കി കൊടുക്കണം, അതിനെ മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ദമ്മ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനെ മറന്നു പോകരുത്. അപ്പോൾ നെയ്ച്ചോറ് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ, അപ്പോൾ അത് ആദ്യം ചെയ്യുമ്പം ഈ ഒരു സംഭവം പ്രത്യേകം ഓർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ദം ചെയ്യുക, ചോറ് ഇടുക. എന്നിട്ട് നമ്മൾ മേലെ ഗരം മസാല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു, അരിയൊക്കെ ഞാനിങ്ങനെ ലെയർ ചെയ്യുമ്പോൾ ഒന്നും ഒട്ടിപ്പോയിട്ടില്ല, നല്ല ഇങ്ങനെ ചെതറി നല്ല വിട്ട് നിൽക്കുന്നില്ലേ, അതാണ്. അപ്പം നമ്മൾ ഈ ഒരു പ്രൊസീജിയേഴ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കും നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് എന്താണ്, നമ്മളെ കിസ്മിസും നമ്മൾ നേരത്തെ ഒരു പിടി മാറ്റി വെച്ച നമ്മളെ ഉള്ളി, ഹൈലൈറ്റഡ് സംഭവം ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മളെ മല്ലി ചെപ്പും കൂടി അതിലേക്ക് ഇടുക. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ ഈ മൈദപ്പൊടീനെ കൊണ്ടൊന്നും സൈഡിൽ ദമ്മ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് നല്ല വെയിറ്റുള്ള ഒരു അമ്മിക്കുട്ടിയാണ് അതിൻ്റെ മേലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മൂടി വെക്കുക. പിന്നെ ദമ്മ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ നല്ല സിമ്മിലാക്കിയിട്ട് വേണം. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ദമ്മ് ചെയ്യുന്നത്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പം 15 മിനിറ്റൊക്കെ കഴിഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പം നമ്മുടെ ബിരിയാണി സെറ്റായി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ അരിയൊന്നും ഒട്ടിപ്പോയിട്ടോ ഒന്നും ആയിട്ടില്ല. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റാണ് ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. ഇതെന്താ ലെയറിംഗ് ഒക്കെ കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ മനസ്സിലായോ? സാധാരണ ബിരിയാണിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ്. നമ്മൾ സാധാരണ നോർമലി ദം ചെയ്യുന്നതും ഇതും നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇങ്ങനെ അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്ചർ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പല ബിരിയാണികളും നമ്മൾ പല രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കണം. ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ. അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് മാറ്റി പിടിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയൊന്നും കൂടി നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. കുറച്ചൊരു കഷ്ടപ്പാടുണ്ട്, എന്നാലും എന്താ, ആ ഹോട്ടലൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒരുപാട് ഹോട്ടലുകളൊന്നും ഇല്ല, നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു സംഭവത്തിൽ നമുക്ക് തന്നെ സ്വയം ചെയ്ത് നോക്കിക്കൂടെ. ഒരു തവണയെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കൂടെ. അപ്പം നമുക്ക് നമ്മളെ വീട്ടുകാർക്കും എല്ലാവർക്കും നമുക്കത് അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അവർക്ക് അത് കഴിക്കുമ്പോഴും നമുക്കും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ടേസ്റ്റോടു കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് നിങ്ങളൊരു ഡ്യൂട്ടിയാണ്. എനിക്ക് എന്തായാലും എനിക്ക് കമൻസ് ചെയ്യുക. പിന്നെ നമ്മൾ വേറൊരു സംഭവം, നമ്മൾ ചിക്കൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ആ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ അരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് വരുള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞ മസാല കറക്റ്റ് മസാലയാണ്. ഈ 1 കിലോ ചിക്കനിലേക്കും 1 കിലോ അരിയിലേക്കും നല്ല കറക്റ്റ് മസാലയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്തുനിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പെർഫെക്റ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ആൻഡ് ടേക്ക് കെയർ.